വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പൊന്നു സ്ട്രീംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇന്നത്തെ ദിവസം എന്താണ്? കോഴിക്കട്ട ശനിയാഴ്ച. യെസ്, ഇന്ന് കോഴിക്കട്ട ശനിയാഴ്ചയാണ്. പിന്നെ എല്ലാവരുടെ വീട്ടിലും കോഴിക്കട്ട ഉണ്ടാക്കി അവർ നല്ല സൂപ്പറായിട്ട് ഈവനിങ്ങിന്റെ സ്നാക്ക് ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ കോഴിക്കട്ട ശനിയാഴ്ചയുടെ ഐതിഹ്യം എന്താണെന്നറിയാവോ ചേച്ചിക്ക്? യെസ്, അറിയാം. കോഴിക്കട്ട ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ചിലരുടെ വീട്ടിൽ ചിലർക്കൊന്നും അത്ര അറിയത്തില്ല. അപ്പം ലാസറിന്റെ വീട്ടിൽ യേശുക്രിസ്തു വന്ന സമയത്ത് ലാസറിന്റെ പെങ്ങന്മാരായ മാർത്തയും മറിയും ഇവർ രണ്ടുപേരും ഒരു വിരുന്ന് കൊടുത്തു യേശുക്രിസ്തുവിന്. അപ്പം അങ്ങനെ ആ വിരുന്നിൽ യേശുക്രിസ്തു ആദ്യമായിട്ട് എടുത്ത പലഹാരമാണ് കോഴിക്കട്ട. അപ്പം അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ന് കോഴിക്കട്ട നമ്മൾ ഉണ്ടാക്കി വീടുകളിൽ ആചരിക്കുന്നത്. അപ്പം നമുക്ക് കോഴിക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അമ്മ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കോഴിക്കട്ട കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ചെയ്തിട്ട് വരാം. അമ്മയാണ് ഇന്ന് റെഡി ആക്കുന്നത് കോഴിക്കട്ട. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഒരാളുണ്ടല്ലോ, ഇവിടെ ഇസമ്മയുടെ എഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. അപ്പം അവളുടെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് കാലൊക്കെ വേദനിച്ച് ഇങ്ങനെ ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കോഴിക്കട്ട കഴിക്കണ്ടേ? അപ്പോൾ ഗായ്സ്, സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടത് അരിപ്പൊടി, കുറച്ച് തിളച്ച വെള്ളം, പിന്നെ ശർക്കരയും തേങ്ങയും കൂടി. അമ്മ ഇത് ചിരുകി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം അല്ലേ? തിളച്ച വെള്ളം. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് എടുക്കാം. ആദ്യം തന്നെ ഒത്തിരി കണക്കായിട്ട് കുറച്ച് നമ്മളിപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ വേണം അത് കുഴയ്ക്കാൻ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഓൾമോസ്റ്റ് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഒരു 15 to 20 മിനിറ്റ്സ് തന്നെ നമുക്ക് ധാരാളമാണ് ഇത് സെറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ശർക്കരയൊക്കെ നല്ല രീതിയിലൊക്കെ നല്ല ആവിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെക്കാം. എങ്ങനെയുണ്ട്? ഹലോ, എങ്ങനെയുണ്ട്?